ഒത്തുപിടിച്ചാൽ വിജയിക്കാം എന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. ഒപ്പം 40 നിയമസഭാ മണ്ഡലങ്ങളിൽ കൃത്യമായ ആധിപത്യം നേടുക, 2ാം സ്ഥാനത്ത് എങ്കിലും എത്തുക, ഇങ്ങനെയുള്ള മിഷൻ ആണ് ഇപ്പോൾ BJPയുടെ മുന്നിൽ ഉള്ളത്. ആ മിഷന് കൂടിയാണ് ഇപ്പോൾ തുടക്കമാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനുവേണ്ടി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. നേരത്തെ നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയക്കൊടി പാറിച്ചപ്പോൾ തന്നെ കോർപ്പറേഷന് ഭരണസമിതിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട്, BJPക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കത്തയച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. പിന്നീട് പ്രധാനമന്ത്രി 45 ദിവസത്തിനകം എത്തും എന്നതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും പ്രധാനമന്ത്രിയുടെ വരവ് എന്നതായിരുന്നു എല്ലാവരും കാതോർത്തുകൊണ്ടിരുന്നത്. അവിടെയാണ് അധികാരത്തിലേറി 27ാം ദിവസം പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളും പ്രഖ്യാപനങ്ങളും എത്രത്തോളം എന്നത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. BJPയുടെ ഒരു പൊതു നിലപാട് എന്നത് ഇങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ BJPയുടെ ദേശീയ അധ്യക്ഷനോ അതല്ല എങ്കിൽ പ്രധാനപ്പെട്ട അതിഥികളോ ഒക്കെയാണ് പദ്ധതികളുടെ പ്രഖ്യാപനം നടത്താറുള്ളത്. പ്രധാനമന്ത്രി തന്നെ പലപ്പോഴായി പല സംസ്ഥാനങ്ങളിലും സന്ദർശനങ്ങൾ നടത്തുമ്പോൾ പ്രധാനമന്ത്രി തന്നെയാണ് പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ BJPയുടെ മറ്റു നേതാക്കളിൽ നിന്ന് ഇന്ന് പ്രധാനമന്ത്രി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാത്ത സാഹചര്യം. പ്രകാശ് ജാവ്ദേക്കർ അടക്കം വികസിത കേരളം എന്ന പ്രതികരിച്ചു പോകുന്ന പശ്ചാത്തലം ആണ് നമ്മൾ കണ്ടത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി പുത്തരിക്കണ്ടം മൈതാനത്ത് ഔദ്യോഗികമായ ചടങ്ങുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതിലെടുത്തു പറയേണ്ടത് അമൃത് ഭാരത് ട്രെയിൻ സർവീസുകളുടെ ഫ്ലാഗ് ഓഫ് എന്നത് തന്നെയാണ്. അതിന് ഔദ്യോഗികമായി ചടങ്ങ് തന്നെയാണ് എങ്കിൽ അതിനുശേഷം BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ ആണ് വളരെ പ്രധാനപ്പെട്ട മറ്റു പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നത് അറിയേണ്ടത്. 3 നഗരങ്ങളെ, അതായത് തലസ്ഥാന നഗരത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അമൃത് ഭാരത് പ്രതിവാര ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ആണ് നടക്കാൻ പോകുന്നത്. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫും അല്പസമയത്തിനകം അദ്ദേഹം നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ, താമ്പരം, ചെല്ലാപ്പള്ളി എന്നിവിടങ്ങളിലേക്ക് ഉള്ള അമൃത് ഭാരത് സർവീസുകൾ ആണ് ആരംഭിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒഫീഷ്യലായ ഫ്ലാഗ് ഓഫ് ചടങ്ങ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ നിർവഹിക്കുകയും ചെയ്യും. ഒപ്പം അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി തന്നെ നിരവധിയായ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ട്. ഈ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ഇന്ന് തന്നെ നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ തറക്കല്ലിടൽ ചടങ്ങ് അടക്കം നടത്തുന്ന സാഹചര്യം ഉണ്ട്. എല്ലാം ഏതാണ്ട് 10:45 ചടങ്ങ് നടക്കും എന്നതായിരുന്നു നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള സമയക്രമമെങ്കിൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. 2 മണിക്കൂർ എന്നതാണ് പ്രധാനമന്ത്രി കേരളത്തിൽ ചെലവഴിക്കുന്ന സമയം. അത് 3 മണിക്കൂർ എന്ന നിലയിലേക്ക് ഒരു പക്ഷേ മാറിയേക്കാം. എന്ത് തന്നെയാണെങ്കിലും അത്രമേൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ തന്നെ എന്ന് നമുക്ക് പ്രധാനമന്ത്രിയുടെ ഈ കേരള സന്ദർശനത്തിൽ നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വളരെ കൃത്യമായ ഒരു സമയം മാത്രമായിരിക്കും പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ ചെലവഴിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ, പ്രസംഗം, അദ്ദേഹം എന്ത് രാഷ്ട്രീയം പറയും എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇതാ പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു. അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ പരിപാടികൾ, രാഷ്ട്രീയ അഭിസംബോധന ഉൾപ്പെടെ അല്പസമയത്തിനകം ആരംഭിക്കും. മറ്റു വിവരങ്ങൾ തീർച്ചയായും ആവേശത്തോടെ അണികളും പ്രവർത്തകരും നേതാക്കളും കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുന്നത്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തിയത്. 10:24 പ്രധാനമന്ത്രിയും വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ ലാൻഡ് ചെയ്തത്. പിന്നീട് ഏതാണ്ട് 15 മിനിറ്റിന് ശേഷം പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന വാഹന വ്യൂഹം പുറത്തേക്ക് വരികയും ചെയ്തു. ഇനി പ്രധാനമന്ത്രിയെ വലിയ തോതിലുള്ള സ്വീകരണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം കടന്നുപോകുന്ന പാതകളിൽ എല്ലാം തന്നെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. അങ്ങനെ വലിയ ക്രമീകരണങ്ങൾ ആണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട, അതായത് സാരംഗ് ഇപ്പോൾ ചേരുന്നുണ്ട്. സാരംഗ്, പ്രധാനമന്ത്രി അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തും. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം ശംഖുമുഖത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. രംഗത്ത് വന്ന ആളുകളാണ് അനന്തപത്മനാഭന്റെ ഈ മണ്ണിൽ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ്. ഏതാനും
വിശ്വാസ സംരക്ഷണം, ഇതാണ് നമ്മുടെ ജീവമന്ത്രം. ഇപ്പോൾ വികസിത കേരളത്തെക്കുറിച്ച് നാം പറയുന്ന സന്ദർഭത്തിൽ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്ത് പ്രസക്തിയാണ് വികസിത കേരളത്തിനുള്ളത് എന്ന മുദ്രാവാക്യത്തിനുള്ളത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. 10:24 പ്രധാനമന്ത്രിയുടെ വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ പുത്തരിക്കണ്ട മൈതാനത്തേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലിയ ആൾക്കൂട്ടം അദ്ദേഹത്തെ സ്വീകരിക്കാൻ BJP പ്രവർത്തകരും അതോടൊപ്പം തന്നെ അനുഭാവികളുമെല്ലാം വലിയ ആവേശത്തിലാണ്. ഇതിനു മുമ്പ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ചരിത്രത്തിൽ ആദ്യമായി BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു. അതിനുശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം ആണ്. അതുകൊണ്ട് തന്നെയാണ് പാതകളുടെ ഇരുവശങ്ങളിലുമായി ഇപ്പോൾ അനുഭാവികളും പ്രവർത്തകരും എല്ലാം തടിച്ചുകൂടിയിട്ടുള്ളത് എന്നതാണ്. ഇവിടെ ഇതാ BJP വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വമ്പൻ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. A ക്ലാസ് മണ്ഡലങ്ങളടക്കം ഇതിനോടകം തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വീണ്ടും എത്തുമ്പോൾ, തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അത്തരം ക്ലാസ് പ്രഖ്യാപനങ്ങൾ, A ക്ലാസ് പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകുമോ എന്ന് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനുള്ളൊരു സുവർണ അവസരം തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ പറ്റുന്ന സാഹചര്യം കൂടിയാണ് പ്രധാനമന്ത്രിക്കും BJPക്കും എന്നതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. അങ്ങനെ സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ വരുന്ന 3 മാസങ്ങൾക്കുള്ളിൽ ജനകീയമായ കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ എങ്ങനെ മാറ്റാൻ സാധിക്കും, അതിനുവേണ്ടി എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്താൻ സാധിക്കുമെന്നത് രാഷ്ട്രീയ കേരളം ഒന്നാകെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിന് പ്രാധാന്യം ഏറുന്നത്. ഇത് രാഷ്ട്രീയമായി തന്നെ നമ്മൾ അല്പസമയം മുമ്പ് വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ്. അവിടെ പ്രസംഗിക്കുന്നവർക്കെല്ലാം വിശ്വാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വികസിത കേരളം എന്ന BJP ആവർത്തിക്കുമ്പോഴും വിശ്വാസ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് BJP ഈ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നു എന്നതും വ്യക്തമാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് ചേരുന്നത്. രഞ്ജിത്ത്, അല്പസമയത്തിനകം പ്രധാനമന്ത്രി